ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാത്രി നമ്മുടെ ജിസേലിനെയും ആര്യനെയും നമ്മൾ ബിഗ് ബോസ് കൈയോടെ പൊക്കിയിരിക്കുകയാണ്. അതായത് കുറേ നേരം ഇവരെ ക്യാമറയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അവരെന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുപ്പൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, അതായത് പൊക്കി വെച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്താണ് സംസാരിക്കുന്നത് ബിഗ് ബോസിന് പോലും അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് മൈക്കിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആര്യൻ ജിസൽ മാത്രമല്ല, അഭിലാഷും ഓണിയൻ സാബും ഒക്കെ അവിടെ മൈക്കുമായിട്ട് സംസാരിച്ചിട്ടാണ് നിൽക്കാറുള്ളത്. അതിൽ ഏറ്റവും സംസാരിക്കുന്നത് ആര്യൻ ജിസേലും തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ രാത്രി ലൈവിൽ കാണിക്കുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ ഡിം ലൈറ്റൊക്കെ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയുള്ളത് ക്ലിയർ ആയിട്ട് പിക്ചർ കാണും. പക്ഷേ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് മൈക്കിട്ട് സംസാരിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. മൈക്കിട്ടേ പറ്റൂ എന്ന് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അവർക്ക്. അപ്പോൾ അതുവരെ സംസാരിച്ചത് എന്താണെന്ന് അറിയില്ല. എന്തായാലും മൈക്കിട്ട ശേഷം അവർ സംസാരിച്ചത് നൂറയുടെ കാര്യത്തെക്കുറിച്ചാണ്. നൂറയുടെ അന്നത്തെ പെർഫോമൻസിനെ കുറിച്ചും നൂറയുടെ ലക്കിനെ കുറിച്ചും നൂറയുടെ പവറിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ ഒരു സമയത്ത് എങ്ങനെയൊക്കെ ഒളിച്ചിരുന്ന് സംസാരിക്കാൻ ശ്രമിച്ചാലും ബിഗ് ബോസ് അത് കൈയോടെ പൊക്കും തന്നെ. കാരണം ആ ഒരു സമയത്ത് എല്ലാവരും എണീറ്റൊക്കെ നടക്കുന്നൊരു സമയമാണ്. ചിലപ്പോൾ 3-4 മണിക്കൊക്കെ ആയിരിക്കും എണീറ്റ് നടക്കുന്നത്. ചിലർ റൗണ്ടൊക്കെ ഉറങ്ങി എണീറ്റിട്ട് നടക്കുന്നവരായിരിക്കും. എന്തായാലും ഇപ്പോൾ ഇവർ ഒളിച്ചിരുന്ന് സംസാരിക്കുന്നത് മെയിനാണ്. അത് ബിഗ് ബോസ് മെയിനായിട്ട് പൊക്കിയിരിക്കുകയാണ് ജിസേലിനെയും ആര്യനെയും. ആ ഒരു സമയത്ത് മൈക്കിടാൻ പറഞ്ഞ ശേഷം അവർ മൈക്കെടുത്ത് സംസാരിക്കുന്നൊക്കെയുണ്ട്. എന്തായാലും മൈക്കിടാതെ സംസാരിക്കുന്നത് കൊണ്ടാണ് പലരും അനുമോൾ പറഞ്ഞതുപോലെയുള്ള ആരോപണം ശരിയാണെന്ന് ജിസേലിനെ പറ്റിയിട്ടും ആര്യനെക്കുറിച്ചും പറയാൻ കാരണം. എല്ലാ ദിവസവും അവർ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അത് എന്തായാലും ഇന്നത്തോടെ കുറഞ്ഞിട്ടുണ്ടാകും. കാരണം അത്തരത്തിലുള്ള ഒരു വാണിംഗ് ആണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. മോസ്റ്റ്ലി ഇതുപോലെ ലൈവ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും